Hi all, magic morning. Magic morning to all. Magic morning. Magic morning. Magic morning. Morning. Okay, thanks. ഇന്ന് മൺഡേ ആണ്, നമ്മുടെ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു കരുതുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യുക, ഇന്ന് തന്നെ ചെയ്യുക. ഒരു വീക്കിലേക്കുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ മാക്സിമം സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് സെയ്സാറ ക്ലാസ് ആണ്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് സാറിന്റെ ടോപ്പിക് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ക്ലാരിറ്റിമെന്റും അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള സേഫ് സാറാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Thank you. Thank you, Mufid. Thank you, team. Hi. Magic morning to all. Happy Monday. Mufid പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മൺഡേ ആണ്, നമ്മുടെ ബിഗിനിങ് ആണ്. ഓക്കെ, സോ എന്റെ സെഷൻ ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഫസ്റ്റ് പ്ലീസ് ടൈപ്പ് എന്റെ സെഷൻസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യും. ഇല്ല, എല്ലാവരും ഒരു തവണ പോലും എന്നെ കേട്ടവരാണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ് ആർക്കെങ്കിലും, സുരേഷ് കുമാർ, കഴിഞ്ഞ സെഷൻസിൽ കഴിഞ്ഞ മൺഡേ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് പറയാം, ഒന്ന് റീക്യാപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബേസിക് കാര്യങ്ങൾ? മണി സാർ ഒന്ന് പറയാമോ? ഇല്ല, ആരെങ്കിലും? എന്താണ് നമ്മൾ ചർച്ച ചെയ്ത സബ്ജക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ? സ്ക്രിപ്റ്റ് ആയിരുന്നു സർ. സ്ക്രിപ്റ്റ് എത്രത്തോളം പവർഫുൾ ആണോ എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ക്രിപ്റ്റിംഗ് എന്താണ് സ്ക്രിപ്റ്റിംഗ്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ എഴുതുക, നമ്മുടെ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ പവർഫുൾ ആണ്, ഏറ്റവും പവർഫുൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വെരി ഗുഡ്. നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ ദ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം, അല്ലെങ്കിൽ ലൈക്ക് അട്രാക്ട്. നമ്മളെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് രൂപപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി രൂപപ്പെടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ആരാണോ, സിമ്പിൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോ നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്താണോ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ, നിങ്ങളുടെ ഇപ്പൊ ഉള്ള നിങ്ങൾ ആരാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആണ് നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം നാളേക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കി എന്ത് വേണമെന്ന് ഡെലിബറേറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളായി തീരാൻ നമുക്ക് സാധിക്കും. സ്കൂൾ ഓഫ് അട്രാക്ഷൻ നമുക്ക് വ്യക്തമായ പ്ലാൻ വേണം. ആ വ്യക്തമായ പ്ലാൻ വിശ്വാസം വേണം. ആ വിശ്വാസത്തിനനുസരിച്ച് ആക്ഷൻസ് വേണം. ഇത് മൂന്നും കൂടെ മിങ്കിളായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് മാറാൻ പറ്റും. അപ്പൊ അതിന് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കഥകളൊന്ന് എഴുതുക. ഭാവിയിൽ ആരാവണം, നമ്മുടെ ഫീലിങ്സിനെ ഒന്ന് എഴുതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുക. ദിസ് മാനിഫെസ്റ്റേഷൻ എക്സസൈസ് ഇസ് നെയിംഡ് സ്ക്രിപ്റ്റിംഗ്, നോട്ട് ഫോർ നത്തിങ്. ഒന്നുമല്ല, ഇതെന്താണ്, ഒരു മൂവി സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെയാണ്. ഇറ്റ്സ് സിമിലർ ടു എ മൂവി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു മൂവി സ്ക്രിപ്റ്റ്, ഒരു തിരക്കഥ എഴുതുന്നത് പോലെ നമ്മൾ നമ്മുടെ സ്റ്റോറി എഴുതുന്നതിനാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ഈ സെഷൻ കേട്ടതിന് ശേഷം സ്ക്രിപ്റ്റിംഗ് നടത്തിയ ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി എഴുതി നോക്കി, അങ്ങനത്തെ സ്ക്രിപ്റ്റ് നടത്തിയ ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. എനിബഡി? ആരെങ്കിലും ഉണ്ടോ? ആതിര മാം, കൺഗ്രാറ്റുലേഷൻസ്. ദെൻ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കോട്ട് പറയാം. നോയിങ് ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു ഡൂയിങ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാം എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ചെയ്യാം എന്നുള്ളതല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിവുണ്ടായിട്ടൊരു കാര്യമില്ല.
നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ട്, ഒരു കാര്യമില്ല. യു നോ ഹൗ ടു മേക്ക് ബിരിയാണി. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് അറിയാം. ബട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അറിവുകൊണ്ട് കാര്യമില്ല. അല്ലേ? ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എന്തിനാണ് അറിവ്? എന്തിനാ മണ്ടയിൽ വന്നിരിക്കുന്ന ഇവിടെ? വൈ ആർ സിറ്റിംഗ് ദേർ? കുറച്ച് മോട്ടിവേഷൻ കിട്ടാനാ? ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബി റെഡി ടു ടേക്ക് ആക്ഷൻസ്. ആക്ഷൻസ് എടുക്കാതെ വന്ന് ഇങ്ങനെ ഇരുന്ന് കുറെ കേട്ട് പോയിട്ടൊന്നും സംഭവിക്കില്ല. നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റണം. 2024 ഡിസംബർ 31 ആകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെ ആയിരിക്കും ഇത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു ഗോൾ സെറ്റിംഗ്സ് ആണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഗോൾ സെറ്റിംഗ്സ്. നിങ്ങളെ കുറിച്ചൊന്ന് എഴുതി നോക്ക്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് എഴുതാൻ തയ്യാറാവും. നിങ്ങൾക്ക് തന്നെ എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യാനാണ്, പ്രപഞ്ചം എന്ത് ചെയ്യാനാണ്? ഇഫ് യു ഡോണ്ട് നോ വെർ യു വാണ്ട് ടു ഗോ. ഒരാള് ഫോർ എക്സാമ്പിൾ റോസിലി മാമിനോട്, റോസിലി മാമിന്റെ സ്ഥലം എവിടെയായിരുന്നു? കൊച്ചിയിലാണോ? ചങ്ങനാശ്ശേരി അല്ലെ? കോട്ടയം ബസ് സ്റ്റാൻഡിൽ റോസിലി മാമിന് ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റോസിലി മാമിന് ആൻസർ പറയാൻ പറ്റും? ഒരാളിപ്പോ ഞാനിങ്ങനെ വന്നിട്ട് റോസിലി മാമിനോട് ചോദിക്കുക, റോസിലി മാം എന്തെങ്കിലും പേരെന്താണ് മാം, ഞാൻ എടുക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊച്ചിക്ക് എങ്ങനെ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും? ബേസിക്. ഇത് ബേസിക് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് എവിടുക്കാ പോകണ്ടേ? വെർ ഡു യു വാണ്ട് ടു ഗോ? അതറിയില്ലെങ്കിൽ പിന്നെ ബാക്കി സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ എടുക്കും? സോ ക്ലാസ് കേട്ടിട്ട് അടുത്ത തിങ്കളാഴ്ച വന്നിരിക്കാനാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ആരും എനിക്കണ്ട. യു ക്യാൻ ലിവ് ഇറ്റ്. ഞാൻ പഠിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള സംഭവമാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് മാത്രമല്ല, ഓരോ ക്ലാസ്സുകളും പ്രവീണ മാം എടുക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓസ്റ്റിൻ സാർ എടുക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ, വേറെ ഏതൊരു ക്ലാസ് എടുക്കുകയാണെങ്കിലും ആ ക്ലാസ്സും കേട്ട് മോട്ടീവായിട്ട് പോവല്ല. ഈ ക്ലാസ്സിൽ നിന്ന് എന്ത് സ്റ്റെപ്പാണ് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാറ്, എന്ത് സ്റ്റെപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ മെച്ചപ്പെടുക. കാരണം ഇവിടെ നിങ്ങൾ പഠിപ്പിക്കുന്ന ലൈഫ് സ്കില്ലുകളാണ്. ഇത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ ഉണ്ടോ? ഇവിടെ സിന്ധു മാം വന്നിട്ട് എക്സാമിനേഷൻ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ വന്നിട്ട് എക്സാമിനേഷൻ നടത്തി പേപ്പർ തരുന്നുണ്ടോ? പ്ലീസ് ഡോണ്ട് സിറ്റ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ സ്കൂളിൽ ഇരുന്ന പോലെ ഇരിക്കാതിരിക്കുക. ലൈഫ് സ്കില്ലാണ് നിങ്ങളോട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സോ എന്താണ് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ ആക്ഷൻ എടുക്കേണ്ടത്? അതിനു വേണ്ടിയിരിക്കും. സ്ക്രിപ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 3 ആളുകളാണ് സ്ക്രിപ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. ആതിര മാമും സുനിൽ സാറും ഷാജൻ സാറും. ഓക്കെ, കുറച്ച് ആളുകൾ കാത്തിരിക്കുന്നതായിരിക്കും. ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെ? അടുത്ത തിങ്കളാഴ്ച കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചപ്പെടും. അപ്പൊ എന്താ ചെയ്യുക? കുറച്ചും കൂടെ ഐഡിയ കിട്ടും, ഇങ്ങോട്ട് തുടങ്ങും. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ എന്താ ചെയ്യുക? കുറച്ചും കൂടെ ഐഡിയ കിട്ടും, ഇങ്ങോട്ട് തുടങ്ങും. ഓക്കെ, അങ്ങനെ തിങ്കളാഴ്ചകൾ എന്ത് ചെയ്യും? വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ തീരുമാനങ്ങളോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഇനിയിപ്പോ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഓപ്പണായിട്ട് പറയാമല്ലോ, ഇനി ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാൻ വന്ന ഈ 3 ആളുകൾക്ക് മാത്രമായിരിക്കും. ആതിര മാമിനും ബീന മാമിനും ഷാജൻ സാറും. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സംഗതി കിട്ടും. ഓക്കെ, സോ നമ്മളിത് കഴിഞ്ഞിട്ട് പരീക്ഷ നടത്താൻ പോകുന്നില്ല. ഓക്കെ, വളരെ ഓപ്പണായിട്ട് പറയാൻ പോകുന്നതാണ്. പരീക്ഷ പിന്നെ നടത്താൻ പോകുന്നത്. പുതിയതായിട്ടുള്ള ആളുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ്സ് അയച്ചു കൊടുക്കാം, അവർക്ക് കേൾക്കാം. ഓക്കെ, സോ പഴയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യാം? റെഡി ആവുക. പുതിയതായിട്ടുള്ള ആൾക്കാരെന്ത് വന്നിട്ടല്ലോ ഉള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നതെന്ന് ആലോചിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് ഇന്നത്തെ ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് നടത്തേണ്ടതെന്നുള്ളതാണ്. സ്ക്രിപ്റ്റിംഗ് എന്താണെന്നുള്ള ബേസിക് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താണ്? ജസ്റ്റ് എഴുതി നോക്കുക. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് എഴുതി നോക്കുക. ഇതിന് വലിയ പിന്നെ ഷേക്സ്പിയറും വൈക്കം മുഹമ്മദ് ബഷീറും കമലാസുരയും ആവണ്ട. ജസ്റ്റ് റൈറ്റ്. നിങ്ങളുടെ ഫീലിങ്സ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളെ ഒന്നും കൂടി മൈന്യൂട്ട്ലി നിങ്ങളുടെ ബെനിഫിറ്റ്സ്, ഒരു 6 ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞില്ല സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഗോൾ സെറ്റിംഗ്സ് തന്നെയാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകൂടി മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലേക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ മോർ പവർഫുൾ ആക്കാൻ പറ്റും. നിങ്ങളുടെ വിഷ്വലൈസേഷൻസ് മോർ പവർഫുൾ ആക്കാൻ പറ്റും.
അതേപോലെ ഇമോഷൻസ് ഇങ്ങനെ കൂടി വരും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ, നമ്മൾ ചില ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടില്ലേ. എന്നപോലെ എന്റെ ലൈഫ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. 2025 ഡിസംബർ 31 ആവുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് ഇന്നൊരു സ്ഥലത്തുണ്ടാവും. അപ്പൊ ഞാൻ രാവിലെ 9 മണിക്ക് എൻ്റെ ബെൻസ് GLC-യിൽ ഞാൻ എൻ്റെ ഓഫീസിന്റെ മുന്നിൽ വന്ന് ഇറങ്ങി. ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അതിൽ നിന്നും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ 2 ടീം മെമ്പേഴ്സ് എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് കൂടെ സംസാരിച്ചു കൊണ്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ എഴുതി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ്, നമ്മുടെ ഗോളുകൾ എന്ത് ചെയ്യും, കൂടുതൽ ക്ലാരിറ്റി വരും. നമ്മുടെ വിഷ്വലൈസേഷൻസിന്റെ പവർ കൂടും, നമ്മുടെ ഇമോഷൻസ് കൂടും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വേറൊരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രിങ്സ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഓർഡറും ഡിസിപ്ലിനും ഇത് കൊണ്ടുവരും. ബാക്കിയുള്ള നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്താണ്, കുറെ ഒബ്സ്റ്റാക്കിൾസ് ഇങ്ങനെ ഒഴിവായി കിട്ടും. നമുക്കുണ്ടാകുന്ന ഡൗട്ട്സുകളൊക്കെ മാറി കിട്ടും. നമ്മുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ ഓർഡറും ഡിസിപ്ലിനും എന്ത് ചെയ്യും, കൊണ്ടുവരും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് എത്ര പ്രോഗ്രസ് ഉണ്ടെന്ന് ഇത് മനസ്സിലാക്കി തരും. നമ്മളിതിങ്ങനെ വായിക്കുന്ന സമയത്ത്, ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, ഈ സംഭവം ഞാനിപ്പോ നേടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞ് എടുത്ത് വായിക്കുമ്പോൾ ശരിയാണ്, അന്ന് വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഞാൻ ഇന്നലെ ഒരു പർച്ചേസിങ് നടത്തിയപ്പോൾ കുറച്ച് ബൾക്ക് പർച്ചേസ് നടത്തിയത്. അപ്പൊ ബൾക്ക് പർച്ചേസ് നടത്തി വീട്ടിൽ നിന്നിട്ട് വൈഫ് എന്നോട് പറഞ്ഞു, കുറച്ചു മുമ്പ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ പർച്ചേസിങ് നടത്തുമ്പോൾ ഇത്ര ഷർട്ടൊക്കെ എടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, ശരിയാണ്, പണ്ട് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. മുന്നേ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. ഓക്കെ. ഞാൻ എൻ്റെ വീട്ടിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഇപ്പൊ എൻ്റെ തറവാട്ടിലാണ് താമസിക്കുന്നത്, ഞാനിവിടെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് ഒരു ഡോർ ഒരു റോഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ തറവാട്ടിലേക്കുള്ള റോഡ് പൊളിച്ചിട്ട് അപ്പുറത്ത് കൂടെ ഫാദറിന്റെ നിർദ്ദേശപ്രകാരം റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തിലേക്കുള്ള റോഡിന്റെ പകുതി പണി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പവർ ഓഫ് സ്ക്രിപ്റ്റിംഗ്. നമ്മൾ സ്ക്രിപ്റ്റിംഗ്, നമ്മളെ ആക്ഷൻസ് എടുക്കാനും നമ്മൾ ആഗ്രഹിക്കാനും. അപ്പൊ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്ത് ചെയ്യുമ്പോൾ, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് സ്ക്രിപ്റ്റിംഗ് എഴുതേണ്ടത്, അതിനെന്തൊക്കെയാണ്, എന്തെങ്കിലും മെത്തേഡ്സുകൾ ഉണ്ടോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ സെഷനിൽ. ഓക്കെ. PPT കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ടു സ്ക്രിപ്റ്റ് ദ റൈറ്റ് വേ. എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു ചുമ്മാ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് വേണ്ട സംഭവങ്ങളില്ല, അതിന്റെ ഒരു റൈറ്റ് വേ എന്താണ്. ഇതറിയാത്തോണ്ടല്ലേ ഈ ക്ലാസ് കുറെ ആൾക്കാർ എഴുതാഞ്ഞത്. കഴിഞ്ഞ ആഴ്ച എഴുതാഞ്ഞതിന്റെ കാര്യം എന്താണ്, ഇതറിയാത്തോണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതെങ്ങനെയാണ് റൈറ്റ് കറക്റ്റ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതാഞ്ഞെന്നുള്ളതാണ്. ഓക്കെ. അതിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത്, ഇതെങ്ങനെ റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട്. ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. അതെന്താ റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട് എന്ന് പറയാൻ കാരണം, റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നമ്മളോട് നമ്മുടെ തോട്ട്സുകൾ നമ്മൾ ഫ്യൂച്ചറിലേക്കാണ് നമ്മുടെ തോട്ട്സുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇപ്പൊ യൂണിവേഴ്സിന്റെ പ്രത്യേകത ഉണ്ട്. യൂണിവേഴ്സ് ഡസിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സ്. യൂണിവേഴ്സിന് പോസിറ്റീവ് തോട്ട്സിന്റെയും നെഗറ്റീവ് തോട്ട്സിന്റെയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അതായത് ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പൊ പറയാണ്, എനിക്ക് എൻ്റെ അസുഖമെന്ന് മാറണമെന്ന് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന് എന്താ മനസ്സിലാവുക? യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ ചെയ്യാ, നമ്മള് ട്രെയിനിങ് കൊടുത്തൊരു ഡോഗിനെ പോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനൊന്ന് സങ്കല്പിക്കാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. റോസിലിൻ ആരുടെ വീട്ടിലാണ് ഡോഗ് ഉള്ളത്? റോസിൻ മാമിന്റെ വീട്ടിൽ ഡോഗ് ഉണ്ടോ? അല്ലേ? റോസിൻ മാമിന്റെ വീട്ടിലെ ഡോഗിന് റോസിൻ മാം ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്താണ്. സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡോഗ് ഇരിക്കും, അല്ലേ? അതേപോലെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിനെ എണീക്കണം.
ഇതാണ് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. റോസിലി മാമിന്റെ ഡോഗ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ റോസിലി മാമിന്റെ ഡോഗിനെ എണീപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടി റോസിലി മാം പറയാണ് ഡോഗിനോട് ഡോണ്ട് സിറ്റ് എന്ന് പറഞ്ഞു. ഡോഗ് എന്താ ചെയ്യാ? എണീക്കുവോ? ഡോഗ് എണീക്കുവോ? ബാക്കിയുള്ളവർക്ക് കമന്റ് ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡോഗിനോട്? ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം, സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ എണീക്കണം. അപ്പം റോസിലി മാമിന്റെ ഡോഗിനോട് പറയാണ് ഡോൺ സിറ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ് എണീക്കുമില്ല. ഡോഗ് എണീക്കുവോ? എണീക്കും എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? എണീക്കൂല. എല്ലാവർക്കും അറിയാം. എണീക്കോ റോസിലി മാം? എണീക്കോ? ഇല്ല. ഇല്ല. എണീക്കണമെങ്കിൽ എന്ത് പറയണം? സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. സ്റ്റാൻഡപ്പ് എന്ന് പറയണം. ഇതാണ് യൂണിവേഴ്സിന്റെ പ്രത്യേകത. സിമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ കുറിച്ച് പറഞ്ഞാൽ യൂണിവേഴ്സിന് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച് പറയാം. അതാണ് നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം? പറയാൻ തയ്യാറാവും. നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് അതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എൻ്റെ ലൈഫിലേക്ക് എനിക്ക് വേണ്ടാത്തതിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതരുത്. എൻ്റെ ലൈഫിൽ അപകടങ്ങളൊന്നും സംഭവിക്കരുത്, എൻ്റെ ലൈഫ് അപകടമൊന്നും സംഭവിക്കാത്ത കടമൊന്നും ഇല്ലാതെ പോകുന്നതിനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം റിയാലിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട സംഭവങ്ങൾ എന്താണ്? തോട്ട് അബൌട്ട് വാട്ട് യു ലാക്ക് ഇൻ യുവർ ലൈഫ് സെൻഡിങ് എ റോങ് മെസ്സേജ് ടു യൂണിവേഴ്സ്. അതായത് യൂണിവേഴ്സിന് റോങ് ആയിട്ടുള്ള മെസ്സേജ് ചെയ്യും. സോ അപ്പൊ അതിന് നമ്മളിലേക്ക് എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ കൊണ്ടു. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളായിരിക്കണം സ്ക്രിപ്റ്റിംഗ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ CC എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ചോദിക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ വേണ്ടത് അതിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സോ you need to be careful about your thoughts. നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ട് നമ്മൾ കെയർഫുൾ ആവുക. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഐ ഡോണ്ട് വാണ്ട് ടു ഐ വാണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്തതിനെ കുറിച്ച് പറയരുത്, വേണ്ടാത്തതിനെ കുറിച്ച് എഴുതരുത്, വേണ്ടാത്തതിനെ കുറിച്ച് ചിന്തിക്കരുത്. വേണ്ടതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ചിന്തിക്കുക. അതാണ് ബേസിക് റൂൾ. വേണ്ടാത്തതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് എന്ത് ചെയ്യില്ല? അതിന് ഡിഫറൻസ് മനസ്സിലാവില്ല. യൂണിവേഴ്സ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടതിനെ കുറിച്ച്, സ്നേഹമാണോ വേണ്ടത്? സ്നേഹത്തിനെ കുറിച്ച് ചിന്തിക്കുക. പണമാണോ വേണ്ടത്? പണത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ആരോഗ്യമാണോ വേണ്ടത്? ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുക. എഴുതുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതാനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാവുക. വേണ്ട കാര്യങ്ങളിലേക്കുള്ള ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആയിട്ടുള്ള വിഷയം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ്. എന്ത് ചെയ്യുക? പ്രസന്റ് ടെൻസിൽ എഴുതാനും വേണ്ടി തയ്യാറാവുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് റൈറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ്? എന്താ ഈ പ്രസന്റിന്റെ പ്രത്യേകത? പ്രസന്റ് എന്ന പ്രത്യേകത ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പുസ്തകം. ദ പവർ ഓഫ് നൗ. പ്രസന്റിന് എന്ന പ്രത്യേകത ഉണ്ട്. ഈ നിമിഷത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എനിബഡി? എന്താ പ്രത്യേകത? മാത്രമേ നമുക്ക് വിലപ്പെട്ടത്. ഈ നിമിഷം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് അല്ലെ? ഇന്നലെ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നാളെ എന്ന് പറയുന്നത് നമുക്ക് ഷുവർ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ നിമിഷം എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റിയാണ്. റൈറ്റ് ഇൻ ദ പ്രസൻസ്. റൈറ്റ് ഇൻ ദ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് യു വാണ്ട് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ യു നീഡ് ടു റിമെമ്പർ ടു റൈറ്റ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ട കാര്യം, ഭാവിയിൽ നിങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്യൂച്ചറിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം യു നീഡ് ടു ബി റിമെമ്പർ ടു റൈറ്റ് ആസ് ഇഫ് ഓൾറെഡി ഹാപ്പൻ, ഇഫ് ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ. നമുക്ക് ഓൾറെഡി സംഭവിച്ചതുപോലെ നമ്മൾ എഴുതും. എന്താന്ന് വെച്ചാൽ
ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇങ്ങനെ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഒരു ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടണം എന്നുള്ള ഒരാളാണെന്നുള്ളത് ഒരാളായിരിക്കും. അയാൾ എഴുതുകയാണ് എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും എന്ന് എഴുതുമ്പോൾ എന്താ അതിന്റെ മീനിങ് എന്താ? എൻ്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഭാവിയിൽ കൂടുതൽ ആരോഗ്യമുള്ള ആളായി തീരും എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താ അത്? പ്രസന്റിലാണോ ഫ്യൂച്ചർ? പ്രസന്റ് അല്ല. പ്രസന്റ് അല്ല. എന്താണ്? ഭാവിയിൽ വരുള്ളൂ, ഫ്യൂച്ചർ ആണ് അല്ലെ, വന്നിട്ടില്ല. എന്നൊരാൾ ഇതാണ് എൻ്റെ ആരോഗ്യം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് എഴുതുകയാണെങ്കിലോ അതേതാണ്? ഫ്യൂച്ചർ ആണോ പ്രസന്റ് ആണോ? പ്രസന്റ്. പ്രസന്റ് ആണ് അല്ലെ. ഭാവിയിൽ സംഭവിച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രസന്റിലാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് ആരോഗ്യം ഉണ്ട്, അവിടെ ലാക്കില്ല. എനിക്ക് നിലവിൽ ആരോഗ്യം ഉണ്ട്, ആ ആരോഗ്യം എന്ത് ചെയ്യാണ്? കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാം? പ്രസന്റിൽ തന്നെ ഓൾറെഡി അത് സംഭവിച്ചതായിട്ട് നമ്മൾ കാണും. അത് ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതല്ല, പ്രസന്റിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ആ വീട് ലഭിച്ചിട്ടുണ്ട്, ഞാൻ ആ പറയുന്ന ക്ലാരിറ്റി മെന്റർ ആയിട്ടുണ്ട്, ഞാൻ കേരളം അറിയപ്പെടുന്ന ട്രെയിനർ ആയിട്ടുണ്ട്. അതേപോലെ ഉള്ളൊരു ഫീലിങ്സ് എന്ത് ചെയ്യണം? എന്നിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം യു റൈറ്റ് ദ സ്ക്രിപ്റ്റ് ആസ് ഇഫ് യു ആർ ഓൾറെഡി ലിവിങ് യുവർ ഡ്രീംസ്. നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ എഴുതണം. ഞാനതായി തീർന്നിട്ടുണ്ട്. അതായത് ഞാൻ എഴുതുകയാണ്, ഒരു എക്സാമ്പിൾ പറയാണ്. ഇന്ന് 2024 ഡിസംബർ 31 ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ കഴിഞ്ഞു പോയ ഒരു വർഷം ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വളർച്ച ഉണ്ടായിരിക്കുന്ന ഒരു വർഷം. ആസ് എ ക്ലാരിറ്റി മെന്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് ഇത്രത്തോളം ട്രെയിനിങ്, ഇത് ഞാൻ ഇപ്പോ ഈ നിമിഷത്തിൽ എൻ്റെ ഈ ഒരു വർഷത്തിന് എനിക്ക് എഴുതാൻ പറ്റണം. എനിക്ക് സിമ്പിൾ എഴുതി വെക്കാം. അടുത്ത ശനിയാഴ്ചക്കുള്ള കാര്യമാണ് എനിക്ക് എഴുതി വെക്കാം. എന്താണ്? ഇന്ന് അടുത്ത ശനിയാഴ്ചത്തെ ഡേറ്റ്, ഇന്ന് 10-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി എന്നാണ് അടുത്ത ശനിയാഴ്ച. ഓക്കെ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആ ദിവസത്തിൽ സങ്കല്പിക്കുക. വെറുതെ ചുമ്മാ എഴുതി വെക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിൽ സംഭവിക്കേണ്ടത്? ജസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് എഴുതി നോക്കുക. ഈ ഒരു ആഴ്ചനെ കുറിച്ചിട്ടെങ്കിൽ നിങ്ങൾ എഴുതി നോക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഹലോ, ഞാൻ ഓഡിബിൾ ആണല്ലോ? അതെ Yes, അതെ yes. അതെ. ഓക്കെ. സൺഡേ കറണ്ട് Yes, sir. പോയതായിരിക്കാം, എന്താണെന്ന് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിൽ പുതുതായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ സാർ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്ങാനും കമന്റ് ചെയ്തിട്ടുണ്ട്. ഷിനി പറഞ്ഞ ടീച്ചർ ഉണ്ട്. ഓക്കെ, ഒരാള് ഷിനി. വേറൊരാളും കൂടെ കമന്റ് ചെയ്തിരുന്നു, സുരേഷ് കുമാർ അല്ലെ? സുധീഷ് ആണ്. ഓക്കെ, അപ്പൊ അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഷിനി മാം, അതുപോലെ സുധീഷ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഹലോ, നോക്കട്ടെ അവര് സംസാരിക്കുന്നു. ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ടൊന്ന് കയറാൻ പറഞ്ഞതാ. അതെ അല്ലേ? ഓക്കെ. ഷിനി മാം സംസാരിക്കാവോ? ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയ്ഫ് സാറ്. അതില് ആകെ 3 പേരാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. കമന്റ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ആരൊക്കെ എഴുതിയത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞത് ആതിര മാം, അതുപോലെ ഷാജൻ സാർ ആണോ? 3 പേര് പറഞ്ഞിരുന്നു. അപ്പം ബാക്കിയുള്ളവരെന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഡെയിലി നിങ്ങൾ ക്ലാസ് കേട്ട് പോകുന്നു, അപ്പം നോട്ട്സ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് അത് എടുത്തു നോക്കുക.
ചിലപ്പോ ഇപ്പൊ ഇന്ന് സേഫ് സാർ ചോദിച്ചപ്പോഴായിരിക്കും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ സാർ എടുത്തത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടാവാം. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ അതിന്റെ ലിങ്ക് കൊണ്ടുവരാ. ഓക്കെ ഓക്കെ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താ മതിയോ? ആരാ ചോദിച്ചിരുന്നേ? ഹാരിസ്. ഹാരിസ്. ഓക്കെ, ഹാരിസന്റെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. മാമിന്റെ നമ്പർ ഇല്ല. താങ്ക് യു. സോറി ഫോർ ദാറ്റ്, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. തൽക്കാലം ക്യാമറ ഓഫ് ആണ്, കുറച്ച് ഞാൻ വേണമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഞാൻ എന്താ ലാസ്റ്റ് പറഞ്ഞത്? പ്രസന്റ് ടെൻസിൽ എഴുതുന്നതിനെ കുറിച്ചിട്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാം, പ്രസന്റ് ടെൻസിനെ എഴുതുന്ന നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കാറോ? നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂസ് ആക്കരുത്. ബിഗിനിങ്ങിൽ എന്ത് ചെയ്യും, ഇത് കൺഫ്യൂസ് ആക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിഷയമാക്കണ്ട. അപ്പൊ അതിനിങ്ങനെ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ, ഇനി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ടീച്ചർ എടുത്തിരുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇങ്ങനത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇതൊന്നും പഠിക്കാനൊന്നും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതി തുടങ്ങുക. അത് കൺഫ്യൂസ്ഡ് ആക്കും. പക്ഷെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് പ്രസന്റ് ടെൻസിലാണോ ഫ്യൂച്ചർ ടെൻസിലാണോ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പ്രസന്റിലാണ്, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറീഡ് ആവണ്ട. ഡു നോട്ട് വെറി ടു മച്ച് അബൌട്ട് ദ ഗ്രാമറ്റിക്കൽ കറക്ഷൻസ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ദ സിമിലർ ഡയറി എൻട്രീസ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടൊന്നും എന്ത് ചെയ്യണ്ട, വെറീഡ് ആവണ്ട. സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസന്റില് അത് ഓൾറെഡി സംഭവിച്ച പോലെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അതാണ് എന്ത് രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞു, റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട്. രണ്ടെന്താണ്, റൈറ്റ് ദ പ്രസന്റ് ടെൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്, പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷനാകുമ്പോൾ ഉണ്ട്. രണ്ടാമത്തെ കാര്യം ഇതിൽ എഴുതുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് ക്ലാരിറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക, ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഴുതുക. റൈറ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് ക്ലാരിറ്റി. ലെറ്റ്സ് എക്സ്പ്ലെയിൻ. എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആവരുത്. ഒരു പാരഗ്രാഫോ കാര്യങ്ങളോ എഴുതുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങളുടെ ചിന്തയിൽ എന്താണോ വരുന്നത്, അലോ യുവർ തോട്ട്സ് ടു ഫ്ലോ ഇൻ ടു വേർഡ്സ് വിത്തൗട്ട് റെസ്ട്രെയിന്റ്. നമ്മുടെ ചിന്തയിലേക്ക് വരുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതുക. അത് റിയാലിറ്റി ഉണ്ടോ, ഇത് പോസിബിൾ ആണോ അല്ലയോ ഒന്നും ചിന്തിക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്തുക, നിങ്ങൾക്ക് വരുന്ന, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ഓൾ യുവർ ഇമോഷൻസ് ഔട്ട് ആൻഡ് പേപ്പർ. നമുക്ക് വരുന്ന ഇമോഷൻസിന് അങ്ങനെ എഴുതുന്നു. നമുക്ക് വരുന്ന അങ്ങനെയാണ് ഈ കഥകളും തിരക്കഥകളും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെ? ലോകത്തിൽ ഏറ്റവും അധികം വിറ്റയിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. എന്താണ്, അവർക്ക് തോന്നിയിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് ദ കോർ ഐഡിയ അബൌട്ട് ബിഹൈൻഡിങ് സ്ക്രിപ്റ്റ് എക്സസൈസ്. ഇത് ഈ സ്ക്രിപ്റ്റ് ബിഹൈൻഡിങ് എക്സസൈസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കോർ ഐഡിയ ആണ്. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, എന്താണ് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസ്, അതിന് അതേപോലെ ഒരു പേപ്പറിലേക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബുക്കിലേക്ക് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ഇത് നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ക്ലാരിറ്റിയോട് കൂടെ എഴുതാൻ പറ്റും അത്രയും ക്ലാരിറ്റിയോട് കൂടെ എഴുതുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകാനും വേണ്ടി തയ്യാറാവുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിംഗ് റൂം നോക്കുന്ന സമയത്ത് അവിടെ നൂറുകണക്കിന് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സുകളിൽ നിന്നും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിലുള്ള ഒരു സ്യൂട്ടാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇന്നേയും കളറുള്ള സൂട്ടുകളൊക്കെ എനിക്ക് കാണാമായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, എക്സാമ്പിൾ. ഓക്കെ, പിന്നീട് ഞാൻ എൻ്റെ വാഹനം ഏതാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഈ ഒരു വാഹനത്തിന്റെ കീകളൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ എൻ്റെ ഫേവറേറ്റ് വാഹനമായിട്ടുള്ള എൻ്റെ വാച്ചുകളുടെ കളക്ഷൻസ്, ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ക്ലാരിറ്റിയോട് കൂടിയിട്ട് എഴുതാം, ചുമ്മാ എഴുതല്ല. അതങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കുട്ടിയെ കുറിച്ച് പറയാണ്. ഓക്കെ, ഞാനൊരു കുട്ടിയെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ സംഭവമായിരിക്കും. ഒരു കുട്ടിയെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അതിൽ ഞാനിപ്പോൾ ഒരു കുട്ടിയെ കുറിച്ചാണ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൺകുട്ടിയെ കണ്ടവർ എത്ര പേരുണ്ട്? ആൺകുട്ടിയെ കണ്ട ആളുകൾ, കുട്ടിയെ കുറിച്ച് ഇമാജിൻ ചെയ്യുന്നപ്പോൾ ഒരു ആൺകുട്ടിയെ കണ്ട ആളുകൾ ഒന്ന് എസ് കമന്റ് ചെയ്ത്, അല്ലെങ്കിൽ ബി എന്ന് കമന്റ് ചെയ്ത്. ആൺകുട്ടിയെ കണ്ട ആളുകൾ ബിയും, പെൺകുട്ടിയെ കണ്ട ആള് ജിയും എന്ന് കമന്റ് ചെയ്ത്. മണിസാർ ആൺകുട്ടിയാണ്. ഓക്കെ, സുജിത്ത് ഗേളിനാണ് കണ്ടത് അല്ലെ? അപ്പൊ ഞാൻ ഒന്നും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്. നിങ്ങൾ എന്താണ്, ഒരു 3 വയസ്സുള്ള ചുരുണ്ട മുടിയുള്ള, ഓക്കെ, ചിരിക്കുമ്പോൾ മുഴുവൻ പല്ലുകൾ കാണുന്ന, പൂച്ചക്കണ്ണുള്ള, വെളുത്ത
ഓക്കെ, ഒരു ആവറേജ് തടിയുള്ള വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ട്രൗസറും ഒരു ബ്ലാക്ക് ഷൂവും ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞതിന്റെ എക്സാക്റ്റ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് പെൺകുട്ടിയെ കണ്ട ആളുകൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ സമയത്ത് ഇതേ ഒരു ആൺകുട്ടിയായിരിക്കും കണ്ടത്. കാരണം എന്താ, എന്റെ സ്ക്രിപ്റ്റിംഗ് ആണ് നിങ്ങൾ കാണുന്നത്, എന്റെ സ്ക്രിപ്റ്റിംഗ് ആണ് നിങ്ങൾ വായിക്കുന്നത്, എന്റെ സ്ക്രിപ്റ്റിംഗിലാണ് നിങ്ങളെ ഇമാജിനേഷൻസ് വരുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? Yes. അങ്ങോട്ട് ഇത് പറയുന്നത് കറക്റ്റ് ആണോ? Yes, sir. കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ എഴുതാം. എത്ര നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടി എഴുതാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫീലിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദ യൂണിവേഴ്സ് മേ ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് യുവർ റിക്വസ്റ്റ്. യൂണിവേഴ്സിന് ചിലപ്പം മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റും. ആൻഡ് ഓൺലി യു വിൽ ബി ടു ബ്ലെയിം ഫോർ ദിസ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിരിക്കും ശരത്ത് അല്ലേ, നമ്മുടെ മുമ്പ് ബി മാജിക്കിൽ ഉണ്ടായിരുന്ന ശരത്തേട്ട. അപ്പൊ ശരത്ത് ഒരു ദിവസം ഇതേപോലെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങിയതാണ്. എന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഇങ്ങനെ എത്തുന്നത് എല്ലാ ദിവസവും, 2 ലക്ഷം രൂപ എത്തുന്നത് എല്ലാ ദിവസവും എഴുതി വിഷ്വലൈസ് ചെയ്തു. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവനൊരു കോള് വന്നു, ശരത്തെ ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്, നീ അത് എടുത്തിട്ട് എന്റെ വീട്ടിലൊന്ന് കൊടുക്കണേ. ചോദിച്ചത് കിട്ടി അല്ലേ. ആ 2 ലക്ഷം രൂപ തന്റെ വരുമാനത്തിലാണെന്ന് എന്ത് ചെയ്തില്ല, എഴുതിയില്ല. എന്റെ ലൈഫിലൊക്കെ ഇതേപോലുള്ള ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളപ്പോ എഴുതുമ്പോൾ അത് ആ കിട്ടുന്ന സംഭവം മാത്രമല്ല, അതിന്റെ ഔട്ട്പുട്ട് കൂടെ മാക്സിമത്തിൽ കാണും. ഒരാൾ എഴുതാണ് എനിക്കൊരു വീട് വേണം എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വീട് കിട്ടും. പക്ഷെ ആ വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വീട് വിറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ആ വീട് കിട്ടുന്നതും ആ വീട്ടിൽ താമസിക്കുന്നതും അതിൽ തന്നെ കുറെ കാലം താമസിക്കുന്നത്, അവിടെ നടക്കുന്ന കല്യാണങ്ങൾ, ആ വീട് എക്സ്പാൻഡ് ചെയ്ത്, അങ്ങനെ നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റിയോട് കൂടെ എഴുതാൻ പറ്റുമോ അത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ 3 പോയിന്റ് കൂടെ ഉണ്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് കവർ ചെയ്ത് പോവാം. 3 പോയിന്റ്. ഇപ്പോ 3 പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് 3 പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി 4ാമത്തെ ഒരു പോയിന്റ് എന്താണ്, റൈറ്റ് അബൌട്ട് യുവർ ഫീലിങ്സ്. ഞാൻ ഓൾറെഡി ഇപ്പൊ ഓൾമോസ്റ്റ് കവർ ചെയ്തു. എന്താണ് റൈറ്റ് അബൌട്ട് യുവർ ഫീലിങ്സ്? നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ചെയ്യേണ്ടത്. അതൊരു തോട്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു തോട്ടിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഫീലിങ്സ്, നമ്മുടെ ആ ട്രൂ ഡിസയറിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇങ്ങനെ എത്താൻ പറ്റും. അതാണ് ചില കവിതകളൊക്കെ നമുക്കിങ്ങനെ വായിക്കുമ്പോൾ, പ്രണയത്തിന്റെ കവിതകളൊക്കെ വായിക്കുമ്പോൾ, വിരഹത്തിന്റെ കവിതകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ആ ഫീലിങ്സിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. The word used to write a script will have meaning only because of the feeling behind. നമ്മളെ ഫീലിങ്സ് എന്ത് ചെയ്യണം, ഫീലിങ്സ് അതിലിങ്ങനെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഫീലിങ്സിനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ള. നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കിങ്ങനെ ആ ഫീലിങ്സ് ഇങ്ങനെ കിട്ടണം. നമ്മളിങ്ങനെ അതിൽ ജീവിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. അടുത്തൊരു പോയിന്റ് ആണ് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം ഉണ്ടാവില്ല, നിങ്ങൾ എല്ലാവരും അത് വളരെ ഫെമിലിയർ ആയിരിക്കും അല്ലെ. എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. അടുത്തൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതുക എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, നിങ്ങൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എന്ത് ചെയ്യുക, ദ ലോ ഓഫ് അട്രാക്ഷൻ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മാനിഫെസ്റ്റേഷൻസ്. നമ്മൾ എപ്പോഴും ഉള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എന്നല്ല, ഉള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ഏതൊരു സംഭവം എഴുതുന്ന സമയത്ത്, ഏതൊരു കാര്യം, ഞാനിപ്പോ പറയാണ് എന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത്, എന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്താ, ഒന്ന് നിലവിൽ എനിക്ക് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് കൂടുതൽ പൈസ, എന്നിലേക്ക് എനിക്ക് കൂടുതൽ പൈസ വേണമെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള ചിന്ത പോകുന്നുണ്ട്. എന്റെ കയ്യിൽ പൈസ ഇല്ല. അതേ സമയത്ത് എന്നിലുള്ള പൈസ അല്ലെങ്കിൽ എന്റെ സമ്പത്ത് അധികരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്താ, ഓൾറെഡി എനിക്ക് സമ്പത്ത് ഉണ്ട്, അത് കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. അപ്പൊ എല്ലാ സംഭവം നമ്മൾ എഴുതുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, താങ്ക്ഫുൾ ആയിരിക്കുക. താങ്ക്ഫുൾ ടു ദി യൂണിവേഴ്സ്. നിങ്ങൾ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, ബ്രിങ്ങിങ് യു വാട്ട് യു ആസ്ക്ഡ് ഫോർ, നിങ്ങൾ തിന്ന കാര്യങ്ങൾ തന്നതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്കത് ലഭിച്ചു എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡിനോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. ഫൈനൽ പോയിന്റ് ആണ് മേക്ക് ഇറ്റ് ക്രെഡിബിൾ. നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ എഴുതാൻ, ക്രെഡിബിലിറ്റി ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യണം, അത് നിങ്ങൾ വിശ്വസിക്കണം. ഓക്കെ, വിശ്വസിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എഴുതുക. നിങ്ങൾക്ക് അതിലൊരു വിശ്വാസമാണ്. നിങ്ങൾ എഴുതുന്ന,
നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതേണ്ട രൂപം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാല് നിങ്ങൾ എഴുതുന്ന സ്ക്രിപ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഡിസൈഡിൽ നിങ്ങൾ വിശ്വസിക്കണം. ഓൺലി ഇഫ് യു ബിലീവ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ് ദാറ്റ് യു ഹാവ് സ്ക്രിപ്റ്റഡ് ഇറ്റ് സ്റ്റാൻഡ് എ ചാൻസ് അറ്റ് ബിക്കമിങ് എ റിയാലിറ്റി. നിങ്ങൾ എഴുതപ്പെട്ട ഫ്യൂച്ചറിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് റിയാലിറ്റി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലോ നത്തിങ് വിൽ ഹാപ്പൻ. സോ നിങ്ങൾ എന്താ ചെയ്യുക? സോ ഡു നോട്ട് ഗോ ഓവർബോർഡ് വിത്ത് യുവർ ഇമാജിനേഷൻ, സ്റ്റേ ട്രൂ ടു യുവർ ഇമോഷൻസ്. നമ്മളെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടുന്ന കാര്യങ്ങളിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. അതേ പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ഒരു കാര്യം എഴുതി നോക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. വൺ ഓഫ് ദ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓഫ് ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് യുവർ ബിലീഫ് ഇൻ ദ പ്രോസസ് എന്നുള്ളതാണ്. ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിങ് ആയിട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോസസ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റാനും വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എപ്പോഴാണോ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് വിശ്വസിക്കുന്നത്, നിങ്ങൾ സക്സസ് ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് കവർ ചെയ്തിരിക്കുന്ന പോയിന്റുകൾ 6 പോയിന്റുകളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ആ 6 പോയിന്റും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാൻ ശ്രമിക്കുക. 6 പോയിന്റും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, ഈ 6 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 പോയിന്റ് ഇനി ഇത് വേറെ തിരക്കഥ എഴുതുന്ന പോലെ വലിയ ടെൻഷനായിട്ട് നിങ്ങൾക്ക് എന്താണോ വരുന്നത് അങ്ങനെ എഴുതി ശീലിക്കുക. ഇതെല്ലാം റെഡി ആയിട്ട് കാത്തിക്കല്ലേ. ഇന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? നാളെ അത് വായിക്കണ്ട, നാളെ വീണ്ടും എഴുതും. നാളെ എന്ത് ചെയ്യാം? വീണ്ടും എഴുതുക. മറ്റന്നാൾ എന്ത് ചെയ്യുക? വീണ്ടും എഴുതുക. എല്ലാ ഡേയ്സിലും എഴുതിക്കോ. അങ്ങനെ ഒരാഴ്ച എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയി കിട്ടുകയും ചെയ്യും. ഞാൻ ആ പോയിന്റ്സിലൂടെ ഒന്നും കൂടെ നോട്ടിച്ചു പോവാം. 6 പോയിന്റ്സിലൂടെ കൂടെ നോട്ടിച്ചു പോവാം. ഓക്കെ, ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ് എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഇൻ ഡീറ്റെയിൽ വിത്ത് ക്ലാരിറ്റി എന്നുള്ളതാണ്. 4 നമ്മൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് അബൌട്ട് ദ ഫീലിങ്സ് എന്നുള്ളതാണ്. 5 പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. 6 പറഞ്ഞിരിക്കുന്നത് മെയ്ക്ക് ഇറ്റ് ക്രിട്ടിക്കൽ എന്നുള്ളതാണ്. ഈ 6 പോയിന്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. ആരെങ്കിലും 2 പേര് പെട്ടെന്ന് പറയാ. ടൈം നമുക്ക് ഓൾമോസ്റ്റ് 6:30 ആയിട്ടുണ്ട്. സോ ആരാണ് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ മുന്നോട്ട് വരിക. ഹാരിസ്, ഓക്കെ. വീഡിയോ ഓഫാണ്. ഐ എം റിയലി സോറി. ഓക്കെ സർ, പറഞ്ഞോളൂ. ഓക്കെ, ഏതായാലും എന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. എൻ്റെ പേര് ഹാരിസ് ഷെരീഫ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയാണ്. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ അന്നൊക്കെ കുറെ എഴുതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്കയുണ്ട്. ഇപ്പൊ സേഫ് സാർ പറഞ്ഞ സമയത്തും അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലാക്കാട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ എഴുതാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഏതായാലും ക്ലാസ് വളരെയധികം നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. താങ്ക്സ് സേഫ് സാർ. താങ്ക് യു ഹരിസ്. ഓക്കെ, താങ്ക് യു ഹാരിസ്. ഹലോ, പറഞ്ഞോളൂ മാം. ഞാൻ ഫീഡ്ബാക്ക് പറയാനല്ല, ഞാൻ ഇതിൽ പറയാൻ പോണ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫോണില് നമ്മള് പേര് കൊടുക്കുമ്പോ, മറ്റേ ഈ മീറ്റിങ്ങിൽ പേര് കൊടുക്കുമ്പോ
എല്ലാവരും അവനവന്റെ പേര് കൊടുക്കുക, ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക. ഒരു ADV അഡിക്റ്റ്, അതുപോലെ ഐഫോണ്, ഇതൊന്നും നമുക്ക് പേര് മനസ്സിലാവണില്ല. ഇതിൽ അത് ആരൊക്കെയാണെന്നുള്ളതൊന്നും മനസ്സിലാവണില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരും ഒന്ന് അവനവന്റെ സ്വന്തം പേര് കൊടുക്കുക, ഗ്രൂപ്പിന്റെ പേരും കൊടുക്കുക. പിന്നെ പറയാനുള്ളത് നമ്മളെ സേഫ് സാറിന്റെ ക്ലാസ് എല്ലാവർക്കും അറിയണതാണ്. എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നമുക്ക് നമ്മളെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാണ് ആ ക്ലാസ്. ഒരിക്കലും ആരും ഈ ക്ലാസ് മിസ് ചെയ്യരുത്. എല്ലാ ആഴ്ചയും ഈ ക്ലാസ്സിൽ എല്ലാവരും കയറണം. സാറേ ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. താങ്ക് യു ആൾ. Okay. താങ്ക് യു സിന്ധു മാം. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ യു റിയലി വാല്യൂ ദിസ് ക്ലാസ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ശരിക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്യേണ്ടത് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഈ ഒരു വീക്കിലേക്കുള്ള സ്ക്രിപ്റ്റ് എങ്കിലും എഴുതിയിട്ടാണ്. വീണ്ടും പറയാം, എക്സാമിനേഷൻസ് നമുക്ക് നടത്താനില്ല. സോ നിങ്ങൾക്ക് ആരും സർട്ടിഫിക്കറ്റും റാങ്ക് കാർഡും തരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റും റാങ്കും ഒക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ ഞാൻ പറയുന്നത്. താങ്ക് യു. താങ്ക് യു സാർ. Thank you, Safe sir. Thank you all. Thank you, safe sir. Thank you all. Thank you, sir. Thank you, sir. Thank you all. Okay, have a nice day to all. Thank you, sir. Thank you.